അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 13/12/2024 തക്സീറുൻ നസ്ലി ദറൂറത്തുൻ വ മസ്ഊലിയ എന്ന ശീർഷകത്തിൽ കൂടുതൽ സന്താനോൽപാദനം നടത്താൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്താനങ്ങൾ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. സന്താനോൽപാദനം നടത്തണം. അത് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നമ്മുടെ ഇസ്ലാം അതിനെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ഭൂമിയുടെ പരിപാലകരായി ലോകത്ത് നന്മ ചെയ്യുന്ന ജനങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കണം. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ആ ഇണകളിൽ നിന്ന് അവൻ മക്കളെയും പേരമക്കളെയും നൽകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ സന്താനോൽപാദനം നടത്തുന്ന സ്ത്രീകളെ എപ്പോഴും പ്രശംസിക്കാറുണ്ട്. അവിടുന്ന് പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ സ്നേഹിക്കുകയും കൂടുതൽ പ്രസവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണം. ഞാൻ കൂടുതൽ അംഗങ്ങളുള്ള സമുദായത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അന്ത്യനാളിൽ അഭിമാനം കൊള്ളും. നമ്മൾ സന്താനോൽപാദനം നടത്തൽ, കൂടുതൽ മക്കളുണ്ടാവൽ, അത് മതപരമായ നമ്മുടെ ഒരു ബാധ്യതയാണ്. രാജ്യം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ ശക്തിയും രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ പൗരന്മാരിലൂടെയാണ്. നമുക്ക് സന്താനങ്ങൾ പ്രായമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് കൈത്താങ്ങാകും. അന്ത്യനാളിൽ നമുക്ക് അവരുടെ പ്രാർത്ഥന ഉപകാരപ്പെടും. നമ്മൾ മരണപ്പെട്ടാലും അവരുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരാൾ മരിച്ചാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അതിൽ അവിടുന്ന് പറഞ്ഞു, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. എങ്ങനെയാണ് നമുക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുക? അതിന് യുവാക്കൾ നേരത്തെ വിവാഹിതരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവാക്കളോട് വിവാഹം കഴിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസരി വഅഹ്സനു ലിൽഫർജ്. ഓ യുവസമൂഹമേ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ സൗകര്യപ്പെട്ടു വന്നാൽ അവൻ വിവാഹിതനാവട്ടെ. അത് അവൻ്റെ കണ്ണുകൾക്കും ഗുഹ്യ ഭാഗങ്ങൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്നതാണ്. പെൺമക്കളുടെ കുടുംബത്തോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജു. നിങ്ങളുടെ പെൺമക്കളെ മതപരമായും സ്വഭാവം കൊണ്ടിട്ടുമൊക്കെ യോജിക്കുന്നവർ വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കുക. ഇല്ലാ തഫ്അലു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വ ഫസാദുൻ അരീദ്. അവർ വിവാഹിതരാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ട് അവരെ നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ അത് അനർത്ഥങ്ങൾ വരാൻ, അപകടങ്ങൾ സംഭവിക്കാൻ ഇത് കാരണമാകും. യുവതികൾ നേരത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാകണം. നാം നമ്മുടെ പരിസരത്തും ചുറ്റുഭാഗത്തുമൊക്കെ ഉയർന്നു കേൾക്കുന്ന സംസാരങ്ങളൊക്കെ അവഗണിക്കണം. വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലാണ്. നാം സ്വയം ഭാരം ചുമക്കലാണ്. അത് നമ്മളെ നടുവൊടിക്കും എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന യുവാക്കളുണ്ട്. അതൊരിക്കലും കരണീയമല്ല. പഠിക്കണം, ജോലി സമ്പാദിക്കണം, എനിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ശേഷമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് വൈവാഹിക ജീവിതം ഒരിക്കലും നാം
പിന്തിപ്പിക്കരുത്, വൈകിപ്പിക്കരുത്. നാം നേരത്തെ വിവാഹിതരാകണം. അതിൽ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. നമുക്ക് സ്നേഹവും കാരുണ്യവും ലഭിക്കും. നാം ആ വിവാഹിതരാകുന്നതോടുകൂടെ തെറ്റുകളിലേക്ക്, കുറ്റങ്ങളിലേക്ക് വഴുതിപ്പോകുന്നതിൽ നിന്ന് നമുക്ക് അത് രക്ഷയും നൽകും. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിനെ വൈകിപ്പിക്കുന്ന സമ്പ്രദായവും അധികരിച്ചു വരികയാണ്. ഇനി വേണമെങ്കിൽ തന്നെ 1 or 2 മക്കൾ മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഉത്തരവാദിത്വം കൂടും. മക്കളുണ്ടായാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അത്തരം പിന്തിരിപ്പൻ ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ മതം, നമ്മുടെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണം. അള്ളാഹു ഒരു കുഞ്ഞിനെ ഈ ഭൂമുഖത്തേക്ക് പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അവൻ്റെ റിസ്ക്കുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി തയ്യാർ ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സന്താനോൽപാദനം നടത്താൻ വിവാഹിതരാകുന്നതിൻ്റെ മുമ്പ് വധുവരന്മാർ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി സന്താന സൗഭാഗ്യമുണ്ടാകുമോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഒക്കെ ശ്രദ്ധിച്ച് നാം നേരത്തെ വിവാഹം ചെയ്ത് കൂടുതൽ സന്താനങ്ങൾ ഉള്ളവരായി തീരാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ചികിത്സിക്കണം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തദാവൂ ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യദഉ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാ. നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം. അള്ളാഹു ഒരു രോഗത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സയും മരുന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. സന്താനങ്ങൾ ഉണ്ടാകാൻ, കൂടുതൽ മക്കളുണ്ടാവാൻ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട്. നമുക്ക് സാഹചര്യങ്ങൾ ഒത്തുകൂടി ആരോഗ്യമുണ്ട് എങ്കിൽ അവന് ആ ഭാര്യമാർക്കിടയിൽ നീതിയോടുകൂടി സമീപിക്കാൻ പറ്റുമെങ്കിൽ അവൻ കൂടുതൽ വിവാഹം കഴിക്കണം. ഫങ്കിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വ സുലാസ വ റുബാ. നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് 2, 3, 4 ഭാര്യമാരെ സ്വീകരിക്കാം. കൂടുതൽ ഭാര്യമാരുണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് സന്താനങ്ങളും കൂടുതലുണ്ടാകും. അത് നമ്മുടെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാനുമൊക്കെ കാരണമാകും എന്ന് നാം ബോധവാന്മാരാകണം. ചിലർ വിവാഹിതരാകാതെ അങ്ങനെ വീട്ടിൽ കഴിയുന്നുണ്ട്. കൂടുതൽ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവിവാഹിതകളായ നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അവർ താങ്ങും തണലുമാകും. ഒരു ഭർത്താവിൻ്റെ കീഴിൽ അത് 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ ഭാര്യയായി ജീവിക്കുക, ആ ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതാണ് അവിവാഹിതയായി കാലാകാലം അങ്ങനെ ഒരു സ്ത്രീ ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം കൂടുതൽ വിവാഹം കഴിക്കണം. സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള ആളുകൾ, കുടുംബം വർദ്ധിക്കണം, കുടുംബത്തിലെ അംഗങ്ങൾ കൂടുതലുണ്ടാകണം. അത് രാജ്യത്തിൻ്റെ ഭദ്രതക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും അത്യാവശ്യമാണ്. മനുഷ്യ കഴിവ്, അതാണല്ലോ രാജ്യം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സുസ്ഥിരതയും വളർച്ചയുമൊക്കെ ജനങ്ങളുടെ വർധവിന് അനുസരിച്ചിട്ടാണ്. അത് ഓരോ യുവതി യുവാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ രാജ്യം അതിന് ഏറെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. നമ്മൾ വിവാഹം കഴിക്കലും കുടുംബജീവിതം നയിക്കലും സന്താനോൽപാദനം നടത്തലുമൊക്കെ പിന്തിരിപ്പൻ സംസ്കാരമാണ് എന്ന് ചിന്തിക്കുന്ന അത്തരം ആ ആചാരങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. നമ്മുടെ ഇസ്ലാം, പരിശുദ്ധമായ ദീൻ, വിവാഹം കഴിക്കാനും സന്താനോൽപാദനം നടത്താനുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പി മഹാനായ ഷെയ്ഖ് സായിദ്, അള്ളാഹു അവരുടെ പരലോകം സന്തോഷമാക്കട്ടെ, അവർ പറഞ്ഞിട്ടുണ്ട്,
ഇത്തരം ചിന്തകൾ, അവിവാഹിതരായി കഴിയുക എന്ന അത്തരം രീതികൾ നമുക്കൊരിക്കലും കരണീയമല്ല. വിവാഹം കഴിച്ച് സന്താനോൽപാദനം നടത്തി തലമുറയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ കരുതലും അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പ്രത്യേകം രാജ്യത്തിൻ്റെ ശില്പി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുവേണ്ടി നമ്മുടെ ഭരണകർത്താക്കൾ പ്രത്യേകിച്ച് പുതിയ ഒരു മിനിസ്ട്രി തന്നെ രൂപപ്പെടുത്തി വസാറത്തുൽ ഉസ്റ ഫാമിലി മിനിസ്ട്രി എന്ന നാമധേയത്തിൽ സന്താനോൽപാദനം നടത്താനും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെയുള്ള പ്രത്യേക പാക്കേജ് നാം രൂപീകരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉപദേശിച്ചത് നമ്മൾ സ്വീകരിച്ച് മറ്റു ചിന്തകളിൽ നിന്നും മറ്റു താല്പര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മാറി നിൽക്കണം. നമുക്ക് അള്ളാഹും റസൂലും എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചോയ്സിന് അവിടെ സ്ഥാനമില്ല. അത് അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ല സന്താനങ്ങളെ തരട്ടെ. നമ്മുടെ തലമുറ കാത്ത് സൂക്ഷിക്കുന്ന ആ സന്താന പരമ്പര എല്ലാ കാലത്തും അല്ലാഹു ഇവിടെ നിലനിർത്തട്ടെ. രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.